Guys, get ready with me to do a reel shoot. Beautiful noise under. I'll show you something. Wow. Do I have this long hair? Yeah, I got it like ഒരു ദിവസത്തിൽ. My hair is really long now. കാണിച്ചു തരാം. So, I'm gonna get ready for a dance shoot. അതിന് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇടാൻ പോവാം. Let's go. Let's go. Kari Varikana is actually my favorite part. Okay, Kari Varikana, I have to go near the mirror. Bye bye. My eyes. Oh. I wish I could keep the camera also male like it. I'm ready. എനിക്ക് ഈ തിരുപ്പൻ ലുക്ക് അമ്മ ഒന്നും കൂടെ ചെയ്തു തരും. ബിക്കോസ് നേരത്തെ ട്രയലായിരുന്നു. അതിപ്പോൾ നല്ല ഇതുവരെ എൻ്റെ മുടിയുണ്ട്. ഇത്ര മാത്രമാണ് തിരുപ്പൻ്റെ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഐ മീൻ എൻ്റെ ഇടയിലുണ്ട്. ബട്ട് മൈ ഹെയർ എക്സ്റ്റെൻസ് ടു ദിസ് ബ്രൗൺ കാണുന്നവർ. ഇറ്റ്സ് ടീ ടൈം ആൻഡ് യു ഹാവിങ് വൺ ഓഫ് ദ ബെസ്റ്റ് ടീ ഇന്ന്. സൂപ്പർ. ഈ മൂക്കുത്തി വേണ്ടായിരുന്നു. ഇറ്റ് ഡസൻ റിയലി സൂട്ട്. എനിക്ക് ആക്ച്വലി വൺ ലൈൻ എൻ്റെ മൂക്കുത്തി ആയിരുന്നു വേണ്ട. ബട്ട് ഐ കുഡൻ ഫൈൻഡ് ഇറ്റ്. ഐ ജസ്റ്റ് ലവ് വെയറിങ് ഡാൻസിൻ്റെ കോസ്റ്റ്യൂം. ഇത് ഡാൻസ് കോസ്റ്റ്യൂം അല്ല, ഡാൻസിൻ്റെ രീതിയിൽ ഇട്ടേക്കുന്ന രീതിയിൽ. പണ്ട് വെൻ ഐ യൂസ്ഡ് ടു ഗോ ഫോർ ഡാൻസ് ക്ലാസ് ഐ ഹാഡ് ലൈക്ക് സെവറൽ ഡാൻസ് പ്രാക്ടീസ് ഔട്ട്ഫിറ്റ്സ്. വലുതായിട്ട് പിന്നെ പോയിട്ടില്ല. ഐ നീഡ് ടു ഗോ. ഐ ആക്ച്വലി എൻജോയ് ക്ലാസിക്കൽ ഡാൻസ്. പക്ഷേ അത് കോവിഡിനൊക്കെ മുന്നേ ഞാൻ നിർത്തിയതായിരുന്നു. ഐ നീഡ് ടു ഫൈൻഡ് ഒരു ഗുഡ് ഭരതനാട്യം ക്ലാസ് നെക്സ്റ്റ് ടു മൈ ഹൗസ് സംവെയർ. ആക്ച്വലി ഇഷാനി അമ്മ ഇടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. ബട്ട് അന്ന് എനിക്ക് കോളേജ് ഉണ്ടായിരുന്നു. യൂസ് ടു ഗോ മോർണിംഗ് ഐ കുഡൻ ഗോ ബിക്കോസ് ഐ കോളേജ്. ഇനിയിപ്പോൾ അതില്ലല്ലോ. സോ ഐ ലുക്ക് ഫൈൻ. ഇന്നത്തെ വീഡിയോ കണക്ക് ലുക്കൊന്നുമല്ല. എനിക്ക് ആ പോസസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. സോ എനിക്കിതിന് ഈ ലുക്കിന് ഈ സാരിയിൽ തന്നെ എനിക്ക് കാല് പൊക്കി വെച്ചിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്. അത് ആക്ച്വലി നമ്മുടെ ഭരതനാട്യം ഡ്രസ്സിൻ്റെ ഫാൻ ഉണ്ടല്ലോ, ഫാനിൻ്റെ ഇങ്ങനെ കാണാമായിരുന്നു. എന്നെ അമ്മ ചോദിച്ചു നിങ്ങൾക്ക് ഭരതനാട്യം ഡ്രസ്സ് റെൻ്റ് ചെയ്താൽ പോരായിരുന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക് ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഐഡിയ. പക്ഷേ എൻ്റെ മൈൻഡിൽ കൂടെ പോയില്ല. ബിക്കോസ് ഭരതനാട്യം ഡ്രസ്സ് ഉണ്ടെങ്കിൽ എനിക്ക് കയ്യിൽ അൾട്ട ഇടണം. അൾട്ട ഇടാതായി കാണിട്ട്. ബിക്കോസ് നമുക്ക് ആക്ച്വലി ഇതിനെ ഞാൻ അൾട്ട ഇടണമെന്ന് വിചാരിച്ചത്. പക്ഷേ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൽ ഐ എം ഹാവിങ് ദിസ് ഗ്രാജുവേഷൻ കോൺവൊക്കേഷൻ സെറമണി. സോ അൾട്ട കയ്യിൽ പെട്ടെന്ന് പോയില്ല. വേണമെങ്കിൽ ഇടാമായിരുന്നു. എനിക്കറിയത്തില്ല. ആക്ച്വലി വോണ്ട് ടു പുട്ട് ബട്ട് ഐ വാസ് ലൈക്ക് ഇത് ക്ലാസിക്കൽ ഡ്രസ്സ് അല്ലല്ലോ. ഐ മീൻ കംപ്ലീറ്റ്ലി നമ്മുടെ ഭരതനാട്യം ഡ്രസ്സ് അല്ലല്ലോ. അതുകൊണ്ട് വെറുതെ എന്തിനാന്ന് വെച്ചിട്ട് ഞാൻ വിട്ട് കളഞ്ഞു. എൻ്റെ കയ്യിലുണ്ട്, അൾട്ടയുടെ ഒരു ബോട്ടിലുണ്ട്. ഇനി അമ്മ പറയാം അൾട്ട അവിടെ ആകും, സൂക്ഷിക്കണം. എനിക്ക് പേടിയായിരുന്നു. കാരണം നമ്മളെപ്പോഴും അൾട്ട നമ്മുടെ പെർഫോമൻസിന് മുന്നേ ഇടുന്നത്. അപ്പം സ്റ്റേജ് ആയിരിക്കും. അപ്പോൾ സ്റ്റേജിൻ്റെ അവിടെയൊക്കെ ഇത് വീണ വീട്ടിലായോണ്ട് ഇനി അമ്മ ഇനിയും സീനാക്കാം. പിന്നെ അഫ്കോഴ്സ് വീട്ടിലായ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വൈറ്റ് ഫ്ലോറും കൂടെയാണ്. അല്ലെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങിയാൽ കുഴപ്പമില്ല. നമ്മൾ വെളിയിലാണ് ഷൂട്ട്, എന്തായാലും കൊണ്ടുപോവാം. വീഡിയോയ്ക്ക് വലിയ ഭംഗി തോന്നില്ല എന്നുണ്ടെങ്കിൽ ഐ ഡെഫിനറ്റ്ലി പുട്ട് അൾട്ട. ബിക്കോസ് അൾട്ട ഈ ഒരു ഷെയ്ഡാണല്ലോ. സംതിങ് സിമിലർ. Let me drink tea. Stirpen process. It's actually my original hair. See my hair അവിടെ ചകിരി പോലെ ബ്രൗൺ ഷെയ്ഡ്. മറ്റേ സിൽക്കി സ്മൂത്ത് ഹെയർ. Let's go. I'm ready. Let's go. മുടി കുറച്ച് അധികം ഞാൻ ഒട്ടിച്ച് വെച്ചു. അങ്ങനെയല്ല, ലൈക്ക് സൈഡ് വെച്ചിട്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇതാണ് നീറ്റ്.
I'll show you one thing. നിങ്ങൾ ആരും കണ്ടിട്ടില്ലായിരിക്കും. So the image there. Yeah, that's me when I was 9. Okay, bye bye. Make video. ഇതോ ഓ അതും കൊള്ളാം. ആ ഫ്രെയിം നോക്കാൻ നല്ല രസമല്ലേ. ഇവിടെയും കൂടെ ചക്കര കളിച്ചോ. ബ്ലൗസ് ഇത് വേറെ ഇതിലുള്ളത് എടുത്തോ ഞാൻ. എനിക്ക് ഒരു സ്റ്റെപ്പ് മാത്രമാണ് ക്ലോസ് അപ്പ് വേണ്ടത്. അത് വേറെ കാരണം മിക്ക സ്റ്റെപ്പിന് സെപ്പറേറ്റ് ഷോർട്ട് ആയിട്ട് എടുക്കണം. ഒരു സ്റ്റെപ്പ് ഒരു ഷോർട്ട്, അടുത്ത സ്റ്റെപ്പ് വേറെ ഷോർട്ട്, അങ്ങനെയൊക്കെ കണ്ടിന്യൂസ്ലി ചെയ്യാം. പക്ഷെ ടൈം കിട്ടുന്നില്ല, ഫുള്ളായി. അപ്പൊ ഇപ്പൊ ഈ ലൈറ്റ് ഓഫ് ചെയ്യണോ, സ്റ്റാർട്ട് ചെയ്യാനോ? അധികം മൂവ്മെന്റ് ഇല്ല, ഒരു സ്റ്റെപ്പ് മാത്രം ഓടിച്ച് സാരി ഓക്കെ. എനിക്കൊന്നും അറിയില്ല ഏത് പാട്ടോ, അത് കുഴപ്പമില്ല, അത് നിങ്ങൾ ശരിയാക്കാം, അത് ശരിയാക്കാം. ആ കാരണം പാട്ടിനനുസരിച്ചല്ല ഷൂട്ട് ചെയ്യുന്നത്, സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. അത് പറയാൻ നേരത്തെ വെയിൽ പോയി, ആ ഷോർട്ട് തന്നെ പോയി. 2x ഒക്കെ എടുത്തോ, 2x. അടയ്ക്കുന്നു.
അല്ലെങ്കിൽ കുഴപ്പമില്ല, മുമ്പത്തെ ചെയ്തെടുക്കാം. ഇനി അടുത്ത ഷോട്ടാണ് ഏറ്റവും വലിയ. ബട്ട് നമ്മുടെ ഒരു സൂപ്പർ ഷൂട്ട് നടക്കുക. ഇത് വൃന്ദാനിയുടെ വീടാണ്. കിട്ടില്ല ലൊക്കേഷനാണ്. ബിക്കോസ് ക്യാമറയിൽ ദിസ് പ്ലേസ് ഇസ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. കാണിച്ചു തരാം. ഓക്കെ, shoulder height. ക്യാമറ കൊണ്ടുപോയാ പിന്നെയും പൊളി, പിന്നെയും പൊളി. എനിക്കോട് ഇത് ഇങ്ങനെ എപ്പോഴും വരും. ഇതും കൊള്ളാം കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ടല്ലേ. മതി പോവാ. സാരി കുറച്ചുകൂടെ വലിച്ച് ഫ്രണ്ടിലോട്ടൊക്കെ നീറ്റായിട്ട്. നീ ഇത് സർക്കസ് കാര്യമായിട്ടാണോ?
മതി സർ. പാക്കപ്പ്. സൂപ്പർ സൂപ്പർ. എവിടെ നാഷണൽ യോഗ ഡേ. എന്റെ തല മാത്രം കാണുന്നില്ല എന്നുള്ള കുഴപ്പമില്ല. കുറച്ച് മുഖം കൂടെ കാണായിരുന്നല്ലേ? ആയിരുന്നു. ചേട്ടാ ലാസ്റ്റ് ഇത് രക്ഷയില്ല, രക്ഷയില്ല ചേട്ടാ. കൊള്ളാം ചേട്ടാ ലാസ്റ്റ് മറ്റേ ബ്രിഡ്ജ് ഒന്ന് കാണിച്ചു. കാട് ഡ്രസ് ഡാർക്കാ, ഡ്രസ്സിന് കോൺട്രാസ്റ്റ് അല്ലായിരുന്നു, പക്ഷെ ഭയങ്കര രസമായിരുന്നു. എല്ലാ ഷോട്ടും പിന്നെ അവിടെ എടുത്തു. സൂപ്പർ. ഞാൻ എവിടെയോ പോയി എടുത്ത പോലെ അത് സൂപ്പറായി വന്നു. പ്ലീസ് കം അഗൈൻ. ഷുവർ ഓഫ് കോഴ്സ്. മോർ ക്ലാസിക്കൽ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ കളറി അതൊക്കെ ചെയ്യാൻ തുടങ്ങും. ആ ബാഹുബലിയിലെ ഒരു പോസിലെ പോലെ, പക്ഷെ അതിന് അവർ രണ്ടുപേരും നല്ലൊരു സ്റ്റെപ്പ്. അത് നെക്സ്റ്റ് ടൈം നല്ല പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് വരാം. ഗൈസ് ഐ ആം ബാക്ക് ഹോം. വെരി ടയർഡ്. എന്നെ 100 കൊതുകുകൾ കടിച്ച് കാണും, ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഞാൻ കൊറേ കഴിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് ഷുഗർ കട്ടിലേക്ക് വരാൻ നോക്കുന്നു. അച്ഛനങ്ങനെ ഷുഗർ അങ്ങനെ ഇഷ്ടമല്ലേ? കേക്ക് അതിന്റെ ക്രീം ഇഷ്ടമല്ല. ക്രീം ഇല്ലാതെ തരുന്നൊക്കെ സാധാരണ പറയുന്നത്. വിത്ത് ക്രീം തന്നെ തന്നെ എടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിത്ത് ബേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. എന്താ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്കറിയില്ല. സോ ഗൈസ് ഇന്നത്തെ ഷൂട്ട് വാസ് സോ വർത്ത് ഇറ്റ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറെ ഫോട്ടോസ് ഒക്കെ കിട്ടി. ഐ എം ജസ്റ്റ് സോ ഹാപ്പി. കുറെ കാലം ഐ മീൻ ഐ തിങ്ക് ആഫ്റ്റർ ലെറ്റ് മീ കൗണ്ട് ആഫ്റ്റർ 10 years I am in a Bharatanatyam practice costume, doing some Bharatanatyam moves, classical dance moves and all. After 10 years, 2016 last year ഞാൻ classical dance practice ചെയ്യാൻ പോയിട്ടുണ്ട്. This is how I am, like restarting all my പണ്ടത്തെ skills. അതുപോലെ ജിംനാസ്റ്റിക്സ് ഉണ്ട്. ഇന്നലെ ഞാൻ ഫ്ലെക്സിബിലിറ്റി കുറെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങിയായിരുന്നു. ഫ്ലെക്സിബിലിറ്റി തിരിച്ചു കിട്ടാൻ ആഫ്റ്റർ ഏജസ്. അത് ഫ്ലെക്സിബിലിറ്റി ഞാൻ 2021 കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ. 5 years later. ഞാനും കുറെ വർഷമായിരുന്നു കോളേജ് കാരണമായിട്ട് ഈ ആക്ടിവിറ്റീസ് എല്ലാം ഇങ്ങനെ ചുരുങ്ങി പോയായിരുന്നു. ഇനിയിപ്പോ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സൂപ്പർ ആയിരുന്നു അല്ലേ? സാരി എവിടെ നിന്നാണ്? ഇത് ഓസിയുടെ പണ്ടത്തെ സാരിയുടെ ബ്ലൗസ്, ഇത് അമ്മൂന്റെ സാരി. എപ്പോഴും ചേച്ചിമാരുടെ സാരി എടുക്കും. They have a lot of things like that. സാരി ഒക്കെ ഈ പൊട്ട് എനിക്ക് ചേർന്നു. ഐ ഓൾവേസ് തോട്ട് എനിക്ക് വലിയ പൊട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ചേർന്നല്ലേ. ഐ ലൈക്ക് വലിയ പൊട്ട്. Gives that very traditional look. Okay guys, bye bye. I'm in love with this black saree because the black saree in the video and it like perfect. The saree, the background, like everything. The mirror is really dirty, don't mind. Okay guys, ഞാൻ വീടെത്തിന്ന് കാണിച്ചു. ബട്ട് ഐ ആം ജസ്റ്റ് ഇൻ ലവ് വിത്ത് ദ സാരി ബിക്കോസ് ദിസ് ബ്ലാക്ക് സാരി ഞാൻ വിചാരിച്ചില്ല വീഡിയോയിലൊക്കെ ഇത്ര ഭംഗിയാവുള്ളൂ. ഇറ്റ് വാസ് സോ നൈസ്. ഈ ബ്ലാക്ക് കളർ ഇൻ കോമ്പിനേഷൻ വിത്ത് ദിസ് റെഡ് കസവ് വാസ് ജസ്റ്റ് ദ ബെസ്റ്റ്. ഇറ്റ് ഫെൽ ലൈക്ക് ഞാനും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരു കളർ കോഡ് നോക്കിയിട്ട് വന്ന പോലെ അങ്ങനെ. ഇറ്റ് വാസ് സോ നൈസ്. ആൻഡ് ഐ ഡോണ്ട് നോ, ദിസ് ഇസ് ആൻ ഐ മേക്കപ്പ് ഐ ഡിഡ് ടുഡേ ആൻഡ് ഐ കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്. ഞാൻ യൂഷ്വലി ഐ ഡോണ്ട് ഡു മൈ മേക്കപ്പ് റിയലി വെൽ, പക്ഷെ ഐ ലൈക്ക് ഇന്നത്തെ മേക്കപ്പ്. ഇറ്റ് വാസ് നോട്ട് ടു മച്ച്. ജസ്റ്റ് ഒരു കൺസീലർ ഇട്ടു, നമ്മുടെ ഓഫ് കോഴ്സ് ബ്ലാക്ക് കാജൽ, മസ്കാര, ലിറ്റിൽ ബിറ്റ് ഐ ഷാഡോ, പൊട്ട്, ലിപ്സ്റ്റിക്, ലിറ്റിൽ ബിറ്റ് ബ്ലഷ്, ഹൈലൈറ്റർ. ഓക്കെ guys, I was saying ഇനിയും കുറച്ചും കൂടെ ക്ലാസിക്കൽ ഡാൻസ് വീഡിയോസ് എടുക്കണം. ബട്ട് ഐ നീഡ് ടു പ്രാക്ടീസ്, നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത്. ഇത് മാത്രമല്ല, എനിക്ക് വേറെ 2-3 ഡാൻസ് പ്ലാൻസ് ഉണ്ട്. നോട്ട് ക്ലാസിക്കൽ, ഇറ്റ്സ് വെസ്റ്റേൺ, ഹിപ്പ് ഹോപ്പ്. പക്ഷേ ഐ കുഡൻ പ്രാക്ടീസ് ഇറ്റ് യെറ്റ്. എനിക്ക് വെസ്റ്റേൺ 2-3 ഡാൻസസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ ചിലപ്പോൾ 2-3 മാസമൊക്കെ പ്രാക്ടീസ് ചെയ്യും. ലൈക്ക് എനിക്ക് ഞാൻ പ്രാക്ടീസ് വീഡിയോ എടുക്കും. അത് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ ഷൂട്ടൊക്കെ ചെയ്യും. എന്നിട്ടാണ് പെടുന്നത്. അതാണ് ഞാൻ സംഭവമൊക്കെ പ്ലാൻ ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ട്രെൻഡ് കഴിയും. ലൈക്ക് എല്ലാവരും പറയും ട്രെൻഡ് കഴിഞ്ഞാലോ ലേറ്റ് ആയാലും, പക്ഷെ കുറേ പേരിങ്ങനെ പറയും ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വന്നോളും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയാറുണ്ട്. ദാറ്റ്സ് റിയലി സ്വീറ്റ്. ബട്ട് എനിക്ക് ഐ വോണ്ട് ഡു ദ ട്രെൻഡ്. പക്ഷെ എനിക്ക് ചാടിക്കയറി ചെയ്യാൻ ഇഷ്ടമല്ല. ബിക്കോസ് I don't know, I just watch a lot of videos, then I'll practice a lot, then I want to do it really nicely.
അങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ ട്രെൻഡ് സമയത്തിനൊക്കെ ചെയ്യും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ലൈക്ക് ട്രാൻസിഷൻസ് ഒക്കെ ഞാൻ ട്രെൻഡിനൊത്ത് ചെയ്യും. ഡാൻസ് ആണ് ഡിലേ ആവുന്നത്. ഓക്കെ ഗൈസ്, see you guys in my next vlog. Bye bye. Wish you many, many happy birthday, and it's a great honor to have you in this beautiful occasion. Thank you so much. Thank you so much. നമ്മുടെ വീട്ടിൽ എന്തായാലും കുറെ പെൺകുട്ടികളല്ലോ, ഇന്ന് രണ്ടുപേരും കുറവുണ്ട്. താങ്ക് യു. മനസ്സിലെടുത്ത് അമ്മയ്ക്ക് തന്നെ താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു. ഹലോ. അല്ല ഞാൻ അല്ല വാ, ഇങ്ങോട്ട് വാ. ഫോട്ടോ സൂപ്പർ അല്ലേ? മടങ്ങമ്മ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മതി. വീഡിയോ ഫിഷ് പോന്നോട്ടെ. താങ്ക് യു. ഹാൻസ് കുട്ടി, നിന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗി. ആ കേളി ഹെയറൊക്കെ ഫ്രണ്ടിലോട്ടിട്ട് ഞാൻ ഭയങ്കര ഒരു എഫേർട്ട് ഇട്ടില്ല. ഷാനിയും പറഞ്ഞ് എനിക്കറിയില്ല, എനിക്ക് വിശ്വസിക്കുന്നില്ല. കുറിയാണോ ചെയ്യുന്നത്? കുറി കുറി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കിളിമഞ്ചാരോ മാലയാണ്. പണ്ട് ഇതിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നപ്പോഴാണ് ഡാൻസ് കളിച്ചത്. ഇപ്പൊ മാലയുടെ നീളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പണ്ട് ഇതിലൊക്കെ ഗാർലൻഡ് ചെയ്യുക, ഗാർലൻഡ് എന്നാ പറയുന്നത്. നമുക്കിനി ഓമിക്ക് കൊടുക്കാം കിളിമഞ്ചാരോ. ഇനി കുറെ എണ്ണം ഓമിക്കിട്ട് കൊടുക്കും. ഓമി ഇങ്ങനെ കളിക്കും. ഇല്ല, നിനക്ക് കിട്ടുന്നുണ്ട് കേട്ടോ.
Happy birthday to you. Many, many happy birthdays. Thank you. പോകട്ടെ. Thank you. വിത്ത് ബേക്സിന് ഒരു വെല്ലുവിളി. It's a honor, sir. It's really a great honor. Thank you so much. Sir, it will be incomplete if we don't reciprocate that. So on behalf of the team, I will do. Thank you so much. Thank you. Definitely. Yes, നമ്മുടെ കൃഷ്ണയുടെ ബർത്ത്ഡേ ലീലയിൽ വന്നു. സോ എനിക്ക് ഈ മാല കിട്ടിയപ്പോൾ ഐ വാസ് ലൈക്ക് കിളിമഞ്ചാരോ കുറിയൊക്കെ ഇട്ട് ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ പറഞ്ഞ് എന്നാൽ കുറിയൊക്കെ ഇട്ടിട്ട് എന്നെ കാണാൻ കൊള്ളാം. ഐ വാസ് ലൈക്ക് ഞാൻ ഭയങ്കര ലോ എഫേർട്ടായിട്ടാണ് വന്നത്. ഞാൻ എന്തോ ഒരു ഉടുപ്പ് ഹെയർ സ്റ്റൈലൊക്കെ കുളിച്ചിട്ടൊക്കെയാണ് വന്നത്. എനിക്ക് സിന്ധു ഇസ് ഓൾസോ ലുക്ക് എനിക്ക് ഓമി. ഇത് നമ്മുടെ പഴയ ഓമി. ഇത് 2 months പോലും ഇല്ല. 2 months ടൈം. I miss that Omi as well. But ഇപ്പോൾ currently I'm missing Omi. The Omi. Let's go. Hi. Hello. So today it's a date with it's a sister's day out. We are gonna watch a Korean film called Colony. Zombie film. ഞാൻ എനിക്ക് zombie films. Train to Busan the makers are. Train to Busan the Makers not the director ആണെന്ന് തോന്നുന്നു. I'm also not sure. പക്ഷെ കൊറിയൻ ആണ്. അത് കുറച്ച് ഡേയ്സേ ഉള്ളൂ തിയേറ്ററിൽ. സോ ഞാൻ പെട്ടെന്ന് കാണാൻ പോയി. ടുഡേ ഇസ് എ ഫ്രൈഡേ. എനിക്ക് കോളേജൊന്നും ഇല്ലാത്തത് കൊണ്ട് അതെ എനിക്ക് 2 മണി രാവിലെ ഒരു പ്രശ്നമല്ല. പണ്ടൊക്കെ ഇംഗ്ലീഷ് സിനിമ അമ്മ പ്ലീസ് വൈകുന്നേരം അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ. സോ ഫ്രീ ആണ്. ലൈഫിൽ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ബിസി ആയിട്ടിരിക്കാൻ ആക്ച്വലി ഏറ്റവും ഇഷ്ടം. പക്ഷെ ബിസിയുടെ ഇടയിൽ ഫ്രീ ടൈം കണ്ടുപിടിക്കാൻ മൈ ഫേവറേറ്റ് ഒരു വൈബ്. ഇപ്പൊ തൽക്കാലം ഞാൻ അങ്ങനെ ബിസി അല്ല. ബട്ട് ഐ വുഡ് ലവ് ടു ബി ബിസി ആകും ഇനി അങ്ങോട്ട്. യെസ്. പിന്നെ എന്താ പറയാൻ വന്നേ? ഞാനൊന്നും പറയാൻ വന്നില്ല. അപ്പൊ ലാസ്റ്റ് ടൈം നമ്മള് ഒരു സിനിമ കാണുമ്പോ ഇപ്പൊ നമ്മള് ലൂക്സിലല്ലാതെ നോർമൽ ആക്ച്വലി ലക്സ് അല്ലാതെ PVR അല്ലാത്തതിലും ഐ ഓർഡർ പിസ്സ. ഞാൻ പണ്ട് ആലോചിക്കും പിസ്സയൊക്കെ എങ്ങനെ തിയേറ്ററിൽ നിന്ന് കഴിക്കാൻ പറ്റും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. ഇറ്റ് വാസ് അമേസിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിസ്സയുടെ ടേസ്റ്റ് നല്ലതായിരുന്നു. കൺവീനിയന്റ് ആയിരുന്നു. ചുമ്മാ എടുക്കാൻ കഴിച്ചാൽ മതി. മറ്റേ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനെ കാട്ടിലും ഈസി ആയിരുന്നു പിസ്സ കഴിക്കാൻ ഉപയോഗിച്ച് ചെയ്യാം. സോ ഇന്ന് ആഗ്രഹമുണ്ട് ഒരു പിസ്സ കഴിക്കാം. പക്ഷെ വി മൈറ്റ് ബി എ ബിറ്റ് ലേറ്റ്. അവിടെ എത്തുന്നതും തിയേറ്ററിൽ പോകുന്നതും എല്ലാം ഒരുമിച്ചായിരിക്കും അല്ലേ വിത്തു? Okay, let's go. Vibing us. സോ അവിടെ ഒരു ടോയ് ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ ഇരുന്നല്ല, നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇഷാനെ തിരിച്ചു വെക്കാൻ പറ. അപ്പോൾ ഇഷാനി ഇവിടെ കൂടെ തള്ളി വെക്കി ഇതൊക്കെ കുരുങ്ങാനൊക്കെ കൂടെ. ഞാൻ പറയും ഇവിടെ നിന്ന് എടുത്തേ അല്ല. വിത്ത് എന്താ പറഞ്ഞേ? സാ വഴി കൂടെ പോയപ്പോൾ ഞാൻ ഇതിനെ കണ്ടു. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി വെച്ചിട്ട് പോകുമ്പോ ഓമിക്ക് കൊടുക്കാൻ. അയ്യോ അങ്ങനെ പറയും. ബേബിയുടെ വലിയ പില്ലുണ്ട്. പില്ലു അയ്യോ പക്ഷെ അത് ഒറ്റയ്ക്കായി പോയി. ഓക്കെ നമുക്ക് ഇവളെയും കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ വെക്കാം. പ്രിൻസസ്. അയ്യോ ആര് പറിച്ചെടുത്തോണ്ട് പോയത്? ഇവളുടെ ഫ്രണ്ട്സ് എവിടെ പോയി? ഇവളുടെ ഫ്രണ്ട്സ് എവിടെ പോയി? ആ കിട്ടി.
ഓക്കെ ബൈ ബൈ. ഇവരെല്ലാം ടോയ് സ്റ്റോറിയിലെ ഫ്രണ്ട്സാണ്. രാത്രി ഇവിടെ മോൾ അടയ്ക്കുമ്പോൾ എല്ലാവരും എണീറ്റ് വരും അല്ലേ വിത്തു? എണീച്ച് നടക്കും. എങ്ങനെ? ഓ ബേബി യോധയൊക്കെ എണീറ്റ് നടക്കും. ഹായ് ബീറ്റസ്. അവര് ഡൈനമൈറ്റ് പാട്ടൊക്കെ പറയും. വാ ഇറങ്ങാം. ഞാൻ മിനീസോയിൽ ഇപ്പോൾ കയറാൻ പറയുമായിരുന്നു. മിനീസോയിൽ പോയിട്ട് ആദ്യമായിട്ട് ഞാൻ കടയിൽ നിന്ന് ഒന്നും ഇല്ലാതെ മേടിക്കാതെ ഇറങ്ങുന്നതായിരുന്നു. ഐ ബോട്ട് ഇറ്റ്. എന്നുവെച്ചാൽ അവിടെ പോയപ്പോൾ ഐ സോ ദിസ് സ്നോ വൈറ്റ്. എനിക്ക് സ്നോ വൈറ്റിനോട് ഭയങ്കര താല്പര്യമില്ല, പക്ഷേ വെരി ക്യൂട്ട് ഫിഗറൻസ്. ഞാൻ എൻ്റെ സ്റ്റഡി ടേബിൾ നിറച്ച് വെക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊരു അനാവശ്യ സാധനമാണ് ഷാണ്, ബട്ട് ഇറ്റ്സ് ക്യൂട്ട്. നമുക്ക് ആരെ കിട്ടുന്നല്ല. നമ്മുടെ ബ്ലൂ ബാത്റൂമിൽ നമ്മൾ 4 പേരും പ്രിൻസസ് ഒരു സ്റ്റിക്കറുണ്ട്. നമ്മൾ അതിഷാനി ദോസി എന്നൊക്കെ പറയും. സോ എല്ലാവരും എപ്പോഴും ഞാനാണ് സ്നോ വൈറ്റ് അപ്പോൾ ഞാൻ സ്നോ വൈറ്റ് ഡ്രാമയൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്മു സിൻഡ്രല്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഏത് കിട്ടുന്ന നോട്ട് ഷുവർ. സ്നോ വൈറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ബിക്കോസ് ഐ ലൈക്ക് ഓൾ ഓഫ് ദം. വിത്തിന് ഏത് വേണം? ഐ എം സ്ലീപ്പിംഗ് ബ്യൂട്ടി. യു ആർ അറോറ. യു വോണ്ട് അറോറ? നോക്കാം. ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മുടെ അച്ഛൻ്റെ പേരൻസ് താമസിച്ച വീട്, അച്ഛനും താമസിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ വി റിമെമ്പർ, എനിക്ക് ഓർമ്മയുള്ളത് അച്ഛൻ നമ്മളെവിടെ കൊണ്ട് അപ്പനും അമ്മൂമ്മേനെ കാണിപ്പിക്കുന്നതായിരുന്നു. അപ്പം ഞാനും ഷാനും കണ്ടിട്ടില്ല. അമ്മൂമ്മ വാസ് സോ ക്യൂട്ട്. നമ്മളെപ്പോൾ പോയാലും നമുക്ക് കുഞ്ഞു ബിസ്ക്കറ്റൊക്കെ തരുമായിരുന്നു. എനിക്ക് കുറച്ച് ഓർമ്മയുള്ളൂ, ബിക്കോസ് ഐ വാസ് റിയലി യങ് അപ്പോൾ. ബട്ട് ഷീ ഈസ് സോ ക്യൂട്ട്. അപ്പോൾ നമ്മൾ ഈ ഏരിയ വന്നിട്ട് തന്നെ കുറച്ച് അധികം കാലമായി. അപ്പോൾ വിത്ത് ഈ വഴി പോയിക്കൊണ്ടപ്പോൾ പറഞ്ഞ് നമുക്കൊന്ന് അങ്ങോട്ട് പോവാം, ആ വഴി ആ റോഡൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം, മെമ്മറി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന്. ദിസ് ഫ്ലാറ്റ് ഇറ്റ്സ് എ ക്യൂട്ട് ഏരിയ ആക്ച്വലി. എനിക്ക് ഈ ഏരിയ കുറച്ചൊന്ന് മറന്നു പോയായിരുന്നു. സംവെയർ ഇവിടെ ബാക്കിൽ പണ്ടൊരു പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ ഞാനും ഓസി അമ്മ ഒക്കെ കുഞ്ഞിലെ കളിക്കുകയായിരുന്നു. ഈ പാർക്കില് ഞാൻ കളിച്ചിട്ടുണ്ട്. വിത്ത് ഓസി അമ്മു ഈ പാർക്കിൽ കളിക്കുമായിരുന്നു. ടഫായിട്ടല്ല, ഇവിടെ അമ്മൂമ്മയെ കാണാൻ വരുമ്പോ കളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് വന്നിട്ടുണ്ടായിരിക്കും. ചെടി അത് കൊള്ളാം. വിത്തുന് എന്താ പറയാനുള്ളേ? I mean, it's such a cute place. ജസ്റ്റ് ഒന്ന് കാണാൻ വന്നത്. എപ്പോഴും നമ്മൾ ഈ റൂട്ട് പോകും, പക്ഷെ ഇവിടെ കേറാൻ സമയം കിട്ടില്ല. ഇന്നിപ്പോ സമയമുള്ളത് കൊണ്ട് ഞാൻ ഹൻസിനോട് പറഞ്ഞു, shall we just go have a look? ഹൻസിന് പറഞ്ഞത് പാർക്ക് അതിപ്പോ ആരും ഉപയോഗിക്കുന്നില്ല തോന്നുന്നു. കാട്ടിന്റെ ഇടയില്. The time called you. A time called you. ഏരിയ കൊള്ളാല്ലേ? വെരി ബ്യൂട്ടിഫുൾ. Superb area and great location also. So green. That's why I love Trivandrum. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിക്ക ഏരിയാസ് നമ്മൾ ട്രിവാൻഡ്രത്ത് കോമൺ ആയിട്ട് വിസിറ്റ് ചെയ്യാറില്ല, പക്ഷെ ആ ഏരിയാസ് ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ലൈക്ക് പോവാവും. Kujoy. It's like a mac and cheese sauce. It's very squid. Kandari squid.
എന്തിനു കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ? സോ ടേസ്റ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ ലവ് ദ സോസ് അല്ലേ, സോ ടേസ്റ്റി. മമ്മി എൻജോയ്ഡ് ഇറ്റ്. So guys, that was a day. നമ്മൾ റെസ്റ്റോറൻറ്റ് വന്നു, ന്യൂ പ്ലേസ്. എനിക്കിതിൽ ഞാൻ എൻ്റെ ഒരു എയിംസ് നോബോഡി കൂടെ സീ ലുക്കിലാണ് വന്നത്. പക്ഷേ ഐ ലൈക്ക് മൈ ലുക്ക്, ഇറ്റ്സ് ഗുഡ്. ഇത് ഓസിയുടെ പണ്ടത്തെ ടോപ്പ്, ഞാൻ കോളേജ് ഫസ്റ്റ് ഇയറിലൊക്കെ ഇടുന്ന ടോപ്പായിരുന്നു. ഐ ലൈക്ക് ദ പ്ലേസിൻ്റെ ദിസ് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ദിസ് പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിസി ഓ വെയിറ്റ്. ഹൈ ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ ബെസ്റ്റീസ് ആയിട്ട് ഹാങ് ഔട്ട് വന്നേക്കുന്നു. കടയിൽ ഭയങ്കര പാട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ സൗണ്ട് അത്ര കേൾക്കത്തില്ല. ഈ അടുത്ത് കണ്ടല്ലോ സിനിമ കാണാൻ പോയായിരുന്നു. ആക്ച്വലി ലുലു പോകാനായിരുന്നു പ്ലാൻ, ബട്ട് ഐ വാസ് ഫീലിംഗ് വെരി സിക്ക് ആൻഡ് ടയർഡ്. ലുലു ഫൺട്യൂറ എനർജി ആയിട്ട് ഇനി പിന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് എൻ്റെ ഒരു വെരി ഓർഡിനറി അച്ചാർ, ഞാൻ ഭയങ്കര ടയേർഡായിട്ട് കഴിക്കുന്നത്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് കൊറിയൻ ചിക്കൻ വിങ്സും അവിടെ മാക് ആൻഡ് ചീസ് പാസ്ത കുറച്ചൊന്നും പറയും. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു സാധനം ഓർഡർ ചെയ്തു, പിന്നെ അല്ലാതെ കാണിക്കാം. ഹലോ, നമുക്ക് ഈ സ്ഥലത്ത് വരാൻ ഭയങ്കര ഇഷ്ടം, ബിക്കോസ് ഇവിടുത്തെ ഫുഡ് ടേസ്റ്റിയാണ്. നമുക്ക് എല്ലാവർക്കും ആക്ച്വലി ആർക്കും ദൂരെ അല്ലല്ലോ ഈ സ്ഥലം. ഇതാണ് കൊറിയൻ ചിക്കൻ വിങ്സ്. സോ ഇത് പുതിയതായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത്, ദാറ്റ് ഇസ് കോൾഡ് ഫ്രൈഡ് ചിക്കൻ സ്ട്രിപ്സ്. അത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല, ബട്ട് വി ആർ ഗോണ ടേസ്റ്റ് ഇറ്റ്. ഐ ഹോപ്പ് ഇറ്റ്സ് നൈസ്. നമ്മൾ വിചാരിച്ച ഒരു ലുക്ക് അല്ലായിരുന്നു, പക്ഷെ എന്നാലും ടേസ്റ്റ് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നു. എനിവേസ്, ഒരു മിനിറ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ അമ്മ പറഞ്ഞ് ഞാൻ മേടിച്ചിട്ടോ. സോ ഹൻസു എവിടെ കാറ്റും ഒക്കെ. അമേസിംഗ്, ഭയങ്കര ഇഷ്ടം. അത് നമ്മുടെ പേര് മാക് ആൻഡ് ചീസ് വന്നായിരുന്നു. ഇറ്റ്സ് റിയലി ടേസ്റ്റി. ഇവിടുന്ന് പിന്നെ ജിം കാണാം. ജിമ്മിനൊക്കെ പോയിട്ട് ജങ്ക് തിന്നുണ്ടോ? ഇത് ഞാൻ നിർത്തും. ഞാൻ ലാസ്റ്റ് സെറ്റ് ചെയ്തോണ്ടിരിക്കും. അത് ഇനി ഞാൻ ഒരിക്കലും മാക് ആൻഡ് ചീസ് കഴിക്കില്ല. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാങ് ഔട്ട് കഴിഞ്ഞു. പക്ഷെ ചെറിയൊരു സസ്പെൻസ് ഉണ്ട് ഇവർ എന്റെ വീട്ടിലേക്ക് വരാപ്പോ. ടീ ടൈം. ഞാൻ ഇന്ന് ടീ ടൈം ഒറ്റയ്ക്ക്, പ്രിൻസസ് ടീ ടൈം ഒറ്റയ്ക്ക്, ഇന്ന് പ്രിൻസസ് ടീ ടൈം ആണ്. സോ നമ്മളിവിടെ യൂഷ്വലി നമ്മുടെ നോർമൽ കോൺവേഴ്സ് ഒന്നും ഞാൻ ബ്ലോഗിൽ എടുക്കാറില്ല, ബിക്കോസ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷൻ സംസാരിക്കും. ബട്ട് വി ക്രാക്ക് എ ലോട്ട് ഓഫ് ജോക്സ് ആൻഡ് ഇവരെ ഞാൻ ചിരിപ്പിക്കും, ഇവര് വരെ ചിരിപ്പിക്കും. പക്ഷെ അതൊന്നും ആക്ച്വലി ബ്ലോഗിൽ എത്തിക്കാൻ പറ്റില്ല. പണിയല്ല, ഭയങ്കര അത് ഇൻസ്റ്റന്റ് ആയിട്ട് നടക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ എന്റെ ഇവിടെ ഒരു ക്യാമറ വെച്ച് എപ്പോഴും പ്ലേ ആക്കി വെച്ചേക്കുന്നത്. എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ഇവരുടെ മുകളിൽ തലവേദനയാണെങ്കിൽ കുഴപ്പമില്ല, വേറെ ദിവസം പോവാൻ ഇല്ല. കാരണം ഇവർക്ക് ക്ലാസ്സസ് തുടങ്ങും. ഞാൻ മാത്രമല്ല, കോളേജ് കഴിഞ്ഞു. ഇവർക്ക് സെക്കൻഡ് ഇയർ, 4th ഇയർ. അതുകൊണ്ട് ഇനി നന്നൂന്റെ ഗ്രാജുവേഷൻ എന്നെ വിളിക്കും. ഗ്രാജുവേഷൻ കുറച്ച് കഴിയൂല്ലേ, നന്നൂന്റെ ഗ്രാജുവേഷന് ഞാൻ വരും. ഓക്കെ, പോയി ബില്ല് അടയ്ക്കാൻ സമയമായി. ഇനി വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. Hi, mommy. Hi. Hello. Get inside the car. വീഡിയോ ആണോ? സംസാരിക്കാൻ വ്ലോഗ് എടുക്കുമായിരുന്നു. അല്ല, ഇത് എനിക്കാ. അല്ല, എന്നാ ഹായ്. ഹൻസു ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട്. Devdas.
നമ്മൾ ഇന്നൊരു ഹാങ് ഔട്ട് ആയിരുന്നു. ഞാൻ ഭയങ്കര ടയേർഡ് ആയിരുന്നു. പക്ഷെ ഐ വാസ് ലൈക്ക് ഈ പിള്ളേർക്ക് നാളെ തൊട്ട് മറ്റന്നാളോട്ട് ക്ലാസ് ആണ്, മീറ്റ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇറ്റ് വാസ് വെരി ഫൺ അല്ലേ? യെസ് ലവ് ഒത്തിരി ചിരിപ്പിച്ചു, ഇവരും എന്നെ ചിരിപ്പിച്ചു. It was great. Like we just see each other and we just have spontaneous jokes. Energy. And that energy. ഒരു എനർജി ഇല്ല നിങ്ങൾക്ക് പറയാറുണ്ടല്ലേ? നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മൂന്നും ഒരു കോളേജിൽ പഠിക്കണമായിരുന്നു. ഏതെങ്കിലും ട്യൂട്ടോറിയൽ കോളേജ് ആയാലും കുഴപ്പമില്ലായിരുന്നു. ഈ ആൾക്കാർ പണ്ടൊക്കെ ഇങ്ങനത്തെ ഈ അങ്ങനെ ഈ ഓൺലൈൻ അല്ല ഡിസ്റ്റന്റ് പോലെ പഠിച്ചിട്ട് നമ്മൾ ട്യൂഷൻ സെന്റർ പോലെ ഇപ്പൊ അതൊന്നും ഇല്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ്. പണ്ട് കാലത്ത് ട്യൂട്ടോറിയൽ കോളേജസ് കാണും, ട്യൂഷൻ സെന്റർ പോലെ ആയിരിക്കും, പക്ഷെ അവിടെ കോളേജസിൻ്റെതായിരിക്കും. ഈ കുട്ടി എന്റെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. ഞാനും കുറെ പ്രാവശ്യം ഡ്രസ്സിന്റെ മേലെ എന്തോ ഒരു ഉറുമ്പ്, അതാ റംബൂട്ടാന്റെ അവിടെ. നൈസ്. ഞാൻ കുഞ്ഞിലെ റിയ ചേച്ചിയുടെ കൂടെ ഷീ ആസ്ക്ഡ് മീ വാട്ട് ഈസ് യുവർ ആംബിഷൻ. I said I want to become a horse. ഞാൻ എന്തെങ്കിലും ഉദ്ദേശിച്ചായിരിക്കും ഹോഴ്സ് എന്ന് പറഞ്ഞത്, വായിൽ വന്നതായിരിക്കും. ബിക്കോസ് I mean, I didn't know I had a passion towards a horse. Like ഹൻസ് പണ്ട് കാശ്മീരിൽ പോയപ്പോഴേ ഹൻസുവിന് കേറാൻ കിട്ടിയ കുതിരയ്ക്ക് ചുരുണ്ട മുടിയായിരുന്നു. കുറെ കുതിരകളുണ്ടായിരുന്നു. We could select. You came here for me. ഭയങ്കര സ്പെഷ്യൽ മൊമെന്റ് ആയിരുന്നു. It was cute. ശരി മുട്ടേ, ശരി. നീ ഇപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുക. നിങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മള് ടേസ്റ്റി ഫുഡൊക്കെ കഴിച്ചല്ലേ? ചായ കുടിച്ച് ദിൻസുന്റെ ചായ സിന്ധുടെ തിരിച്ചു കൊടുക്കരുത്. ദിൻസു അത് ബിത്തു ഉണ്ടാക്കിയതാ. ഞാൻ പറഞ്ഞു നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഓൾഡ് സ്കൂൾ കഴിഞ്ഞിട്ട് നമുക്ക് ടീ ടൈം വീട്ടിൽ പോകാം. അപ്പൊ അമ്മ പറയും ചിലപ്പോൾ നടക്കും, പെട്ടെന്ന് അമ്മ പറയും പറ്റും. ഞാനിവിടെ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോകാൻ ചായ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. എന്നെ ഞാൻ സംശയം ചായ കൊടുക്കും. സോറിയാ മൈ ബാഡ്. Obviously tea. Okay, prepare. With tea or coffee? Obviously tea. നിങ്ങൾ മൂന്നുപേരും ടീ ലവേഴ്സ് ആയത്. I think that's why we vibe. Yes. Tea lovers. അപ്പൊ നിങ്ങൾ മൂന്നുപേരും കൂടെ ആക്ച്വലി ഒരു ചായക്കട തുടങ്ങണം. ഞാൻ തന്നെ കുടിക്കും കേട്ടോ. You start a chayakada where people can come for spilling tea. Oh yeah. Hey, what's the tea? Let's spill some tea. Yeah, when do you plan? Spill the tea. ഫോട്ടോ വെളിയില്ല ഗോസിപ്പ് ചെയ്യേണ്ടവരെല്ലാരും അവിടെ വരും. ഇത് കാര്യം പറയാണ്ട് വാ വെരി നൈസ്. ഓക്കെ, പ്ലീസ് ഡു കം ഓഫൻ ഗേൾസ്. ഇറ്റ്സ് നൈസ്. കം ഫോർ സ്ലീപ്പ് ഓവേഴ്സ്. സിന്ധു ടീ ലവർ അല്ലേ? That's why we vibe. Yes. Hey, yo. Yeah. മോളെ അപ്പൊ വണ്ടി ബുക്ക് ചെയ്യണ്ടേ? Okay. See you next time. Bye. Bye. Hi guys, ignore the pimple. So finals കണ്ടോണ്ടിരിക്കുകയാണ്, വേൾഡ് കപ്പ്. ആൻഡ് അമ്മ കൂടെ കാണായിരുന്നേ. അമ്മ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അമ്മു ഞാൻ ഉറങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഷി കെയിം ബാക്ക് ചിപ്സ് ഒക്കെ കൊണ്ട്. സോ ഇറ്റ്സ് ഹാഫ് ടൈം now. അതായി ഇവിടെ നിൽക്കുന്നത്. ആൻഡ് BTS ഇസ് പെർഫോമിങ്. സോ അതുകൊണ്ടാണ് അമ്മ വന്നതും. അമ്മ ഇപ്പോൾ കിടന്നുറങ്ങിപ്പോയി. ഞാൻ എണീപ്പിക്കാൻ നോക്കി. യെസ്, ഐ എം റൂട്ടിംഗ് ഫോർ സ്പെയിൻ. ലെറ്റ്സ് സീ. Hi guys.
സോ യു ഗൈസ് മൈറ്റ് നോ എനിക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടം. സോ മെനി ഇയേഴ്സ് ബാക്ക്, അറ്റ്ലീസ്റ്റ് 2 years ബാക്ക് or 3, അമ്മ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ കോക്ക ബ്രാൻഡിൻ്റെ കുറച്ച് നൂഡിൽസ് മേടിക്കും. അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടം. സോ ആ നൂഡിൽസിൽ അമ്മ ഒരു വെറൈറ്റി ആയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഒരു കൊറിയൻ ചില്ലി പൗഡറൊക്കെ ഇട്ട് എനിക്ക് ഒരിക്കൽ ആക്കി തന്നു. ഇറ്റ് വാസ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് ആ ടൈമിൽ എനിക്ക് ബോർഡ് എക്സാം ടൈമിന് അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. ദാറ്റ് ഈസ് ഇൻ 12th, ദാറ്റ് ഈസ് 4 years ago, 12th പഠിച്ചപ്പോൾ. ആ ടൈമിൽ എനിക്ക് ബോർഡ് എക്സാം ടൈമിൽ ഐ എം സപ്പോസ് ടു ഈറ്റ് മോർ. ഞാൻ ഒത്തിരി അധികം കഴിക്കാറില്ലായിരുന്നു. സോ എനിക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടി കൂടുതൽ കഴിക്കുമായിരുന്നു ആ ടൈം. എനിക്ക് ഈ നൂഡിൽസ് ഇങ്ങനെ ആക്കി തരുമായിരുന്നു. സോ അന്ന് ആ ടേസ്റ്റൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ കോളേജ് ടൈമായിട്ട് മറന്നുപോയി. സോ ഈ അടുത്ത് എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് എന്നും ഇഷ്ടമാണ് നൂഡിൽസ്. So I was watching this ഒരു കൊറിയൻ മുക്ബാങ്, ഒരു ഫുഡ് ബ്ലോഗറുടെ വീഡിയോ. ഷീ ഈസ് ഈറ്റിംഗ് ലൈക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് 8 bowls of നൂഡിൽസ് ഇങ്ങനെ കഴിക്കും. ഞാൻ അടുത്ത് പറയുന്നത് അമ്മ ലൈക്ക് എനിക്ക് ഇങ്ങനെ ഒരു കടയിൽ പോയി കഴിക്കണം. ലൈക്ക് ഐ വുഡ് ലവ് ടു. എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്തൊന്നും ആ കൊറിയൻ വൈബ്രന്റ് നൂഡിൽസ് ഒന്നും ഐ ഡോണ്ട് നോ വേർ വിൽ ഗെറ്റ് ഇറ്റ്. ബട്ട് അമ്മ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അമ്മ വാസ് ലൈക്ക് ഞാൻ നൂഡിൽസ് ആക്കി തരട്ടെ. ഐ വാസ് ലൈക്ക് നോ വേ വാട്ട്. എനിക്ക് ഭയങ്കര രസമായി. ഐ വാസ് ലൈക്ക് അമ്മയ്ക്ക് എഫേർട്ട് കൊടുക്കണ്ട, അങ്ങനെ പണിയാകും. അമ്മ വാസ് ലൈക്ക് ഇല്ല ഓർഡർ ചെയ്യാം, എളുപ്പം ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയാം. ഐ വാസ് ലൈക്ക് ഓക്കെ നമുക്ക് നോക്കാം, വെരി എക്സൈറ്റഡ്. സോ ആ സമയം ഞാൻ ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ലൈക്ക് സിന്ധൂസ് കുക്കിംഗ് ആൻഡ് നല്ല സ്മെല്ല് കിട്ടുന്നു. അപ്പം അമ്മ ലൈക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വരും. പക്ഷെ ഞാൻ അപ്പോഴത്തേക്കൊന്നും വരാൻ പറ്റില്ല, എന്തോ ചെയ്യുമായിരുന്നു. സോ അമ്മ നോക്കിയപ്പോഴത്തേക്ക് അമ്മ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ക്യാൻ ഐ ഹാവ് എ ബിറ്റ്? ഐ ടേസ്റ്റഡ് ഇറ്റ്. ഒന്നുമില്ല പറയാം, വെരി നൈസ്. അമ്മ പറയാം സ്പൈസ് കുറച്ച് കൂടുതൽ, പക്ഷെ ഐ ലൈക്ക് ദാറ്റ് സ്പൈസി ഫ്ലേവർ. എനിക്ക് ഭയങ്കര ഇഷ്ടം. സോ ഞാൻ ഇവിടെ പാത്രത്തിലുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാൻ ഞാൻ ആക്ച്വലി വ്ളോഗ് എടുക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു. ടേസ്റ്റ് ചെയ്തപ്പോൾ ഐ വാസ് ലൈക്ക് മോം ഐ എം വ്ളോഗിങ്. ഒരു രക്ഷ. ഓക്കെ, എൻ്റെ മെസ്സി ഹെയർ നിങ്ങൾ പ്ലീസ് ഇഗ്നോർ. ഐ വാസ് ഡാൻസിങ്, ദാറ്റ്സ് വൈ. ആണ് ഉണ്ടാക്കിയത്. ഇറ്റ്സ് ഗോട്ട് വെജിറ്റബിൾസ്, സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹെൽത്തി. ഇത്രയും വെജിറ്റബിൾസ് ഇട്ടാണ് കഴിക്കുന്നത്. സോ എനിക്കത് ഭയങ്കര ഇഷ്ടം. എൻ്റെ മെയിൻ ഫ്രണ്ടാണ് ഇതിൽ മിസ് ബ്രക്കോളി. ഐ മീൻ മിസ് ബ്രക്കോളി, യെസ്. സിന്ധു ഏത് ഫ്ലേവർ നൂഡിൽസ് ആയിരുന്നു? അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ ബിറ്റ്സും ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ നമ്മുടെ സ്പൈസ് ഇതാണോ യൂസ് ചെയ്തത്? സോ ദിസ് ഇസ് ദാറ്റ് കൊറിയൻ പൗഡർ വി യൂസ്ഡ്, ഗോച്ചുജാങ്. സോ പണ്ടും ഇത് ഉണ്ടായിരുന്നു, ബട്ട് കുറെ കാലം ഐ ഫൊഗോട്ട് ഇത് വീട്ടിൽ ഉണ്ടായിരുന്നു. സോ ഐ യൂസ് നോട്ട് ഈറ്റ് ഇറ്റ്. എനിക്ക് ആ പൗഡർ ഇല്ലെങ്കിൽ ഇത് കഴിക്കാൻ ഇഷ്ടമുണ്ട്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ഔട്ട് ഓഫ് ദ വേൾഡ്. സിന്ധു, ഐ ലവ് യു, ഐ ലവ് യു. എനിക്കാവോ സിന്ധുനെ? സിന്ധു, താങ്ക് യു സോ മച്ച്. സിന്ധു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. സിന്ധു, ഞാൻ ഇത് ഉണ്ടാക്കാൻ പഠിക്കുവേ. ഇത് സിന്ധുവിന്റെ റെസിപ്പി അല്ലേ? ഇത് അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഞാൻ എന്തെങ്കിലും നന്നൂനെയൊക്കെ വിളിക്കാൻ വീട്ടിൽ, ആൾക്കൊക്കെ ഇഷ്ടമാണ് നൂഡിൽസ്. ഒരു ദിവസം അവർ കഴിച്ചാൽ അവർ വേറെ ലോകത്തെത്തും. ബിക്കോസ് എനിക്ക് ഈ ബുൾഡാക്ക് അതൊക്കെ ഇഷ്ടമാണെങ്കിലും അത് അത്ര ഹെൽത്തി അല്ല. ഇതിൽ നമ്മൾ ഇത്തിരി വെജിറ്റബിൾസ് ഒക്കെ ഉള്ളത് കൊണ്ട് it's great. Thank you so much, Mom. I'm gonna have the best dinner ever. Yeah. I love you. I love you too. Thanks, Mute. Spicy അത്ര കുഴപ്പമൊന്നുമില്ല, സൂപ്പർ ആണ്. സ്പൈസ് ആണ് എന്റെ വൈബ്. ഇരിക്കുമ്പോഴാണ് നല്ലത്. ഓക്കെ. ഹായ് ഗൈസ്, ഇഗ്നോർ മൈ ഹെയർ സ്റ്റൈൽ. ഞാൻ ലിറ്ററലി പറയാൻ മറന്നുപോയി. യെസ്റ്റർഡേ ഇറ്റ് വാസ് ഫിഫ വേൾഡ് കപ്പ് ആൻഡ് ഞാൻ ബിഗിനിങ് വ്ളോഗ് എടുത്തു, പക്ഷേ പിന്നെ മറന്നുപോയി. ബിക്കോസ് ഇറ്റ് വാസ് ലൈക്ക് 1 o'clock 2 AM and stuff. Match extended to like 3:45 4 പോലെ. സോ ഇഷാനി വാസ് ഓൾസോ വാച്ചിങ്. ഇവിടെ ഇല്ലായിരുന്നു, ഷീ വാസ് ഫ്രണ്ട്സ് വേറെ സ്ഥലത്ത് ഒരുമിച്ചാണ് വാച്ചിങ്. സോ ഞാനും സ്പെയിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇഷാനി സ്പെയിൻ. അപ്പോൾ ഐ വാസ് ലൈക്ക് അയ്യോ ഗോളൊന്നും അടിക്കുന്നില്ല ഇവർ. ആൻഡ് വെൻ സ്പെയിൻ ഗോൾ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇഷാനിട്ട് ഇങ്ങനെയൊക്കെ ടെക്സ്റ്റ് ചെയ്ത് ഐ ട്രൈ ടു വീഡിയോ കോൾ, പക്ഷെ അപ്പം എടുത്തില്ലായിരുന്നു. പിന്നെ ബിഫോർ ദിസ് ഐ വാസ് സോ ഹാപ്പി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. സോ ഹാഫ് ടൈം വരെ അമ്മയും അമ്മവും വന്നായിരുന്നു. ബട്ട് അതിനുശേഷം ദേ വാസ് സോ സ്ലീപ്പി, ദേ വെന്റ്. ഐ വാസ് ലൈക്ക് ഇറ്റ്സ് ഓക്കെ, ഞാൻ ഇവിടെ ഇരിക്കാം, എനിക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിത് കണ്ട്. ഗോൾ അടിച്ച ടൈം ഐ വാസ് സോ ഹാപ്പി. ലൈക്ക് ഞാൻ അവിടെ ഒറ്റയ്ക്ക് കിടന്ന് ഏതൊക്കെ പറയും. എന്നിട്ട് ഹാഫ് ടൈം ആയപ്പോഴത്തേക്ക് ഐ വീഡിയോ കോൾ ഇഷാൻ. ഞാൻ ഇഷാന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇഷാന് BTS വരും ഹാഫ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊച്ചു മറന്ന് ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഇഷാനി ഇപ്പൊ വരും. BTS എന്ന് ഞാൻ എന്ന് പറയുമ്പോ പെട്ടെന്ന് ഡൈനമൈറ്റ് തുടങ്ങി. ഇഷാനി മറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയായി, അവിടെ സർപ്രൈസ് ആയില്ലേ. ഞാൻ BTS വന്നപ്പോ പില്ലോ ഒക്കെ എടുത്ത് ഇറങ്ങിയ ലൈക്ക് ഭയങ്കര happy. It was a great match. Both the teams played really well, but Spain was just
ഓവർ ദ മൂൺ. സോ ഇന്നേ വരെ ഇങ്ങനെ പാതിരാത്രി ഒരു മാച്ച് ഇങ്ങനെ കണ്ടിട്ടില്ല. ബിക്കോസ് എന്തുവാ, സ്കൂളും കോളേജുള്ള ടൈം ഒരിക്കലും അങ്ങനെ പറ്റിയിട്ടില്ലായിരുന്നു. ബിക്കോസ് രാവിലെ എണീക്കണമല്ലോ വെരി ഏർലി. സോ ഇറ്റ് വാസ് നൈസ്. സം ഗുഡ് തിങ് ഹാപ്പൻഡ് ആഫ്റ്റർ കോളേജ് തീർന്നുകൊണ്ട്. ലൈക്ക് എനിക്ക് റിലാക്സ് ചെയ്യാം. പക്ഷേ ജിം ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ്സ് ഫൈൻ. ഐ മാനേജ്ഡ് ഇറ്റ്. കുഴപ്പമില്ലായിരുന്നു. കുറച്ചൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഐ ഗോട്ട് സോ ഹാപ്പി ലാസ്റ്റ് നൈറ്റ്. യാ. സോ ഇനി കുറച്ചും കൂടെ ഹാപ്പി ആവാൻ വേണ്ടി ഐ ഗോ ടേക്ക് എ ബോഡി വാഷ് ആൻഡ് കം ആൻഡ് ഈറ്റ് സിന്ധൂസ് അമേസിംഗ് നൂഡിൽസ് റെസിപ്പി. ലെറ്റ്സ് ഗോ. എന്താ ഇവിടെ നിൽക്കുന്നത്? കിച്ചൺ. ആക്ച്വലി ഈ ഏരിയയിലാണ് ലൈറ്റ് കിട്ടുന്നത്. ബട്ട് എനിക്ക് ഫോൺ അത്രയും നേരം കൈ കൊണ്ട് പിടിക്കാൻ ഒരു ഇത്. Yeah, I know I look very tired because it's after dance practice. Okay, let's go. Wow. Okay guys, I'm gonna try. I'm so excited. So അമ്മ സ്പൈസ് കുറയ്ക്കാൻ വെള്ളം കൂട്ടി എന്ന് പറയില്ലേ, അതൊക്കെ എനിക്ക് കൂട്ടണ്ടായിരുന്നു തോന്നുന്നു. ബിക്കോസ് ഐ ലൈക്ക് സ്പൈസ്. ബട്ട് ലെറ്റ്സ് സീ. It's very hot. Amazing. It has a kudalam spicy noodles ramen and the taste ഉണ്ട് and a healthy feel ഉണ്ട്. It's like a perfect blend of both. ഫോക്കിലാണ് കഴിക്കുന്നത്. ഞാൻ ആ ഗ്രേവി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടേ. ഇറ്റ്സ് അമേസിങ്. ഞാൻ അടുത്ത റെസിപ്പി ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഇറ്റ്സ് മെയിൻലി ദ കോക്ക നൂഡിൽസ്, പിന്നെ ദ കൊറിയൻ പൗഡർ, അതിൻ്റെ പേസ്റ്റാണ് യൂസ് ചെയ്തത് ദിസ് ടൈം. ദെൻ ദീസ് ബോയിൽഡ് വെജിറ്റബിൾസ് എൻ്റെ കൂടെ ആഡ് ചെയ്ത് തന്നെ മിക്സ് ആക്കി. ഇതാണ് ഒരു വൺ തിങ്. അമ്മ വേറെ ആഡ് ചെയ്യുന്നുണ്ടോ നോക്കണം. ബ്രക്കോളി ഒക്കെ ഉണ്ടാക്കുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി പക്ഷേ ഹെൽത്തി ആയിട്ട് കഴിക്കാം. കുറേ വെജിറ്റബിൾസ് ഉണ്ട്. ഐ യൂസ് ടു നോട്ട് ഈറ്റ് ഒത്തിരി വെജിറ്റബിൾസ്. ലൈക്ക് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒട്ടും വെജിറ്റബിൾസ് കഴിക്കില്ല. സോ ദിസ് വാസ് എ ഗ്രേറ്റ് തിങ്. കുറേ ഇതിലൊക്കെ ഏതൊക്കെ വെജിറ്റബിൾസ് ഞാൻ കഴിക്കത്തില്ല, പക്ഷെ ഇതിൻ്റെ കൂടെ ആയതുകൊണ്ട് ഐ ഈറ്റ് എ ലോട്ട്. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. It's looking healthy and yummy. Round 2. Tasty gravy ആണ് guys, tasty.